ജനീല കുട്ടി, എന്തോ പാട്ട് പഠിപ്പിച്ച ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ചോദിച്ചു നോക്കട്ടെ, ടീച്ചർ എനിക്ക് കണ്ടു പരിചയമുണ്ട്. മ്യൂസിക്കൽ വൈഫില് ഉണ്ടായിരുന്നു ചാപ്റ്റർ 3-ല്. യെസ് യെസ്, ടീച്ചർ ഇവിടുത്തെ തന്നെ ആളാണ്. അതെ. എന്ത് പറയുന്നു ജനീല കുട്ടിയുടെ പാട്ട്? ഭയങ്കര സന്തോഷം കേട്ടപ്പോ. നന്നായിട്ട് പാടി മോള്. മിടുക്കിയാണ്. പഠിപ്പിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാ. അവള് പെട്ടെന്ന് പഠിക്കും. പെട്ടെന്ന് പഠിക്കും. എളുപ്പമാണല്ലേ അപ്പൊ പഠിപ്പിക്കാൻ? പെട്ടെന്ന് ക്യാച്ച് ചെയ്യും പാട്ടൊക്കെ. പിന്നെ ഈ ലാംഗ്വേജിന്റെ ഒരു ഇതേ ഉള്ളൂ, മലയാളത്തിന്റെ ഒരു അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറയാൻ പറഞ്ഞു നേരത്തെ. നോട്ടം കണ്ടിട്ട് ടീച്ചർ ഇന്ന് ജനീലയുടെ പാട്ടിന് എത്ര മാർക്ക് കൊടുക്കും? 100. നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഫേവറേറ്റ് സ്റ്റുഡന്റ് ആവുന്നുണ്ട് അല്ലേ? അതെ അതെ, അതുകൊണ്ടാണ്. ഞാനും ഇതിനായിട്ട് ഭയങ്കര ഒരു അടുപ്പാണ്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അവളുടെ ഒരു ക്യാരക്ടറാണ് എനിക്കും കൂടി എനിക്ക് തോന്നുന്നു. ശരി, എന്തായാലും ഒരു 2 ലൈൻ ഇവിടെ വായോ, നമുക്ക് ഒന്നിച്ച് സ്റ്റേജിൽ നിന്ന് പാടാം. ജനീലിയ, എന്തോ ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റ് ഹൗസിനെ പോലെയാണ്. ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ? ലൈറ്റ് ഹൗസ് ഒരിക്കലും സ്വയം മൂവ് ചെയ്യുന്നില്ല. ഇല്ല. ഒരു ഷിപ്പിനെയും ലൈറ്റ് ഹൗസ് മൂവ് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ആ ലൈറ്റ് ഹൗസ് ആണ് ഡയറക്ഷൻ കാണിക്കുന്നത്. അതാണ് ടീച്ചർ എന്ന് പറയുന്നത്. ആ പ്രകാശമാണ് ടീച്ചർ. അപ്പോൾ ടീച്ചറിന്റെ ഈ സ്നേഹം കാണുമ്പോഴത്തേക്കും എനിക്ക് ലൈറ്റ് ഹൗസിനെ ഓർമ്മ. ഈ പ്രകാശ്. അപ്പൊ ടീച്ചറുടെ പാട്ട് കേൾക്കാം. വെരി നൈസ്. തന്നെയാ, താങ്ക് യു സോ മച്ച്. ഫാമിലി ആയിട്ട് ഇവിടെ വന്നു നമ്മുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ. ആ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാണ് നമ്മൾ 3 പേരും ഇവിടെ. നമുക്ക് ആ അടുപ്പാണ്. അതുപോലെ തന്നെ സാർ, എനിക്ക് ഒരിക്കൽ കൂടി ഈ ഫ്ലോറിൽ കയറി 2 പേര് പാടാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. അതെനിക്ക് തോന്നുന്നു ജനീല മോള് വഴിയാണ്. ഇതൊരു ഫാമിലിയാണല്ലോ. ടോപ്പ് സിംഗർ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാവുന്ന ഒരു വേദിയാണല്ലോ.